ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു AFWORLD. നമ്മൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോസ് ഉണ്ടായിരുന്നില്ല. ഈ വെള്ളപ്പൊക്കത്തിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് തീരുമാനമാവട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ദിവസം മാറി നിന്നതായിരുന്നു. എന്തായാലും ഇനി മുതൽ എന്തായാലും കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ വീഡിയോ എന്തായാലും ഇടുന്നതായിരിക്കും. അപ്പോൾ തീരെ കളിക്കാൻ അറിയാത്ത ഞാൻ ഈ ഗെയിം കളിച്ചിട്ട് ഒരു ചിക്കൻ ഡിന്നർ അടിച്ച് ഞാൻ ജയിച്ചതിന്റെ ഒരു വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടത്. അപ്പോൾ സംഭവം വളരെ സിമ്പിളാണ്. ഞാൻ കുറച്ച് ട്രിക്സ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഈ ട്രിക്ക് നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഈ ഗെയിമിൽ എന്താ പറയുക വിൻ ചെയ്യാൻ സാധിക്കും. അതായത് ഈ ഒരു ഗെയിമിന്റെ ഭാഷയെ പറഞ്ഞു കഴിഞ്ഞാൽ ചിക്കൻ ഡിന്നർ അടിക്കാൻ സാധിക്കും. ഈ ഗെയിമിനെ കുറിച്ച് ഞാൻ ആദ്യം കുറച്ച് ഞങ്ങൾക്ക് പറഞ്ഞുതരാം. ഈ ഗെയിം എന്ന് പറയുന്നത് ഒരു 100 ആളുകളെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ഇറക്കുകയാണ്. അതിന്റെ മാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ഇറക്കിയിട്ട് അവിടെ നമ്മൾ സർവൈവ് ചെയ്തിട്ട് ലാസ്റ്റ് നമ്മൾ മാത്രം ഒറ്റക്കാവണം. അപ്പോൾ നമ്മൾ ജയിക്കും. അതാണ് ഈ സംഗതി. ബാക്കി 99 ആളുകളും കൊല്ലണം. ഒന്നുകിൽ നമ്മൾ കൊല്ലുക, അല്ലെങ്കിൽ ബാക്കിയുള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊന്നു അവസാനം നമ്മൾ മാത്രമായിരിക്കാം അവിടെ ഒറ്റക്കാവേണ്ടത്. അതാണ് ഈ ഒരു ഗെയിമിന്റെ തീം എന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ കുറച്ച് ട്രിക്സ് ഒക്കെയാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ഗെയിമിൽ നിങ്ങളെ സ്കില്ലൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും ചെയ്യും. അതേപോലെ തന്നെ ഈ ഗെയിമിൽ നിങ്ങൾക്ക് എന്താ പറയുക വിജയിക്കാൻ സാധിക്കും. അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിൽ കിടക്കാം. അപ്പോൾ ഒന്നാമത്തെ കാര്യം നമ്മൾ ഗെയിം തുടങ്ങുമ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഞാനത് ഫോളോ ചെയ്തിട്ട് ഇങ്ങനെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞു പോകുന്നത്. ഒന്നാമത്തെ കാര്യം സർവർ. നമ്മൾ സർവർ എടുക്കുമ്പോൾ നമ്മുടെ ഏഷ്യ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ടഫായിരിക്കും നമുക്ക് കളിക്കാൻ. അതിന് പകരം നമ്മുടെ വല്ല യൂറോപ്പോ അല്ലെങ്കിൽ സൗത്ത് അമേരിക്ക അങ്ങനെ വേറെ ഏതെങ്കിലും സർവർ എടുക്കുക. ഏഷ്യ ഭയങ്കര ഞാൻ കളിച്ചു കൊടുത്തോളം, ഞാൻ ആകെ 3-4 ദിവസമായിട്ടുള്ള കളി തുടങ്ങിയിട്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ചിക്കൻ ഡിന്നർ അടിച്ചതിൻ്റെ ഒരു വീഡിയോ ആണ് ഞാൻ മുന്നേ അതിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഏഷ്യ ഭയങ്കര ടഫാണ്. എങ്ങനെയൊക്കെ നമുക്ക് ജയിക്കാൻ എങ്ങനെ നോക്കിയാലും സാധിക്കില്ല. അപ്പോൾ ഈ യൂറോപ്പൊക്കെ വളരെ സിമ്പിളാണ് കളിക്കാൻ. അപ്പോൾ ജസ്റ്റ് യൂറോപ്പ് സെർവർ സെലക്ട് ചെയ്യാം. യൂറോപ്പ് സെർവർ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ കളി തുടങ്ങുമ്പോൾ മാപ്പിൽ നമ്മൾ എവിടെ ഇറങ്ങണം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ഇപ്പോൾ ഇറങ്ങുന്നുണ്ടാവുക പോച്ചിനിക്ക് പറഞ്ഞ സ്ഥലത്തായിരിക്കും. കാരണം ഒന്നാമത് വരെ ആ സോണിന്റെ ഉള്ളിൽ തന്നെ ആയിരിക്കും. എങ്ങനെ നോക്കിയാലും അധിക സമയത്തും സോണിന്റെ ഉള്ളിലായിരിക്കും ഈ പോച്ചിനിക്ക് പറഞ്ഞ സ്ഥലം. അപ്പോൾ നമ്മൾ ആ പോച്ചിങ്കിയുടെ ചുറ്റുഭാഗത്ത് ആ സ്കൂള്, റൂയിൻസ്, അങ്ങനെ കുറച്ച് സ്ഥലങ്ങളുണ്ട്. ഈ ഗെയിമിനെ കുറിച്ച് ഒന്നും അറിയാത്തൊരു ദയവായി ശ്രമിക്കുക. നിങ്ങളുടെ ഫോൺ 2GB റാമുള്ള ഫോണാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഗെയിം കളിക്കാൻ സാധിക്കും. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ പോയിട്ട് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഗെയിമിൽ ഇങ്ങനെ കുറച്ച് സ്ഥലങ്ങളുണ്ട്. നിങ്ങൾക്ക് അറിയാത്തവരാണെങ്കിൽ ദയവായി ശ്രമിക്കുക. ഈ പോച്ചിങ്കി, റൂയിൻസ്, സ്കൂള്, അങ്ങനെ പറഞ്ഞിട്ട് കുറച്ച് സ്ഥലങ്ങളുണ്ട് ഈ ഗെയിമിൽ. അതിനെ കുറിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ സ്ഥലങ്ങളിൽ പോച്ചിങ്കിന്റെ അറൗണ്ട് ആയിട്ട് ചുറ്റുഭാഗത്തുള്ള എവിടെയെങ്കിലൊക്കെ പോയിട്ട് നിങ്ങൾ ഇറങ്ങുക. ശേഷം നിങ്ങൾ അവിടുന്ന് ഇങ്ങനെ കളിച്ചു വരികയാണെങ്കിൽ മിക്കവാറും നിങ്ങൾ ആ സോണിന്റെ ഉള്ളിൽ തന്നെ ആയിരിക്കും. നിങ്ങൾക്ക് എന്തായാലും വിൻ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടും. നമ്മൾ മറ്റേ മിലിറ്ററി ബേസിലൊക്കെ പോയി ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ സോണൊക്കെ സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് എങ്ങനെ നോക്കിയാലും ചിലപ്പോൾ ഓടിയിട്ട് സോണിന്റെ ഉള്ളിൽ കയറാൻ കഴിയില്ല. അപ്പോൾ പലപ്പോഴും ഞാൻ 1-2-3 കളിയൊക്കെ അങ്ങനെ സോണിന്റെ ഉള്ളിൽ പെട്ടിട്ട് ഞാൻ അങ്ങനെ ഡെഡ് ആയിട്ടുണ്ട്. അപ്പോൾ പിന്നൊരു കാര്യം എന്ന് പറഞ്ഞത് ഹെഡ്ഫോൺസ്. മാക്സിമം ഹെഡ്ഫോൺസ് യൂസ് ചെയ്ത് കളിക്കാനുള്ളതാണ്. ഹെഡ്ഫോൺസ് യൂസ് ചെയ്യുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിമീസ്, ബാക്കിയുള്ള ആളുകളുടെ ഒക്കെ ഫുഡ് സ്റ്റെപ്പ് നമുക്ക് ഭയങ്കരമായിട്ട് ക്ലിയർ ആയിട്ട് കേൾക്കാൻ സാധിക്കും. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഡയറക്റ്റ് ആയിട്ട് പോയിട്ട് അവരെ വെടിവെക്കാനും സാധിക്കും, അവരെ കില്ല് ചെയ്യാൻ സാധിക്കും. അപ്പോൾ എന്തായാലും ഹെഡ്ഫോൺസ് യൂസ് ചെയ്യുക എന്നുള്ളതാണ് പിന്നൊരു കാര്യം എന്ന് പറയുന്നത്. പിന്നൊരു കാര്യം എന്ന് പറയുന്നത്, അടുത്ത കാര്യം എന്ന് പറയുന്നത് നല്ല തോക്ക് യൂസ് ചെയ്യുക, നല്ല ഗൺ യൂസ് ചെയ്യുക. പക്ഷേ ഗണ്ണ് ഏത് ഗണ്ണെടുക്കണം, ഏതാണ് ഏറ്റവും നല്ലത് എന്നുള്ളതിനെ കുറിച്ചിട്ട് എല്ലാവർക്കും ഭയങ്കരമായിട്ടുള്ള കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ ഈ ഗണ്ണിന്റെ ലിസ്റ്റ് ഒക്കെ നിങ്ങൾ എന്തായാലും ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. എന്നിട്ട് ജസ്റ്റ് വേറെ എവിടെയെങ്കിലൊക്കെ എഴുതി വെക്കുക, എന്തെങ്കിലുമൊക്കെ ചെയ്യുക. അപ്പോൾ സിമ്പിളായിട്ട് ആ ഗണ്ണ് നമുക്ക് എടുക്കുമ്പോൾ നല്ലതാണോ അത് ഒഴിവാക്കണോ എന്നൊക്കെ നമുക്ക് സിമ്പിളായിട്ട് അറിയാൻ സാധിക്കും. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് അതിന്റെ സെൻസിറ്റിവിറ്റി ആണ്. അതിൽ നമ്മൾ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ സെൻസിറ്റിവിറ്റിയിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താനുള്ളതുണ്ട്. ആ സെൻസിറ്റിവിറ്റിയുടെ മാറ്റങ്ങൾ അനുസരിച്ചിട്ട് ഗെയിമിൽ വളരെയധികം വ്യത്യാസം വരുന്നതായിരിക്കും. അപ്പോൾ അതിന്റെ ഒരു സ്ക്രീൻഷോട്ട് ഇപ്പോൾ നിങ്ങൾ ഇവിടെ എടുത്ത് വെക്കുക. ശേഷം നിങ്ങൾ വേറെ എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടോ എങ്ങനെയെങ്കിലൊക്കെ നിങ്ങൾ മാക്സിമം ഒന്ന് നിങ്ങളുടെ സെറ്റിങ്സിലും പോയിട്ട് ആ സെൻസിറ്റിവിറ്റി ഒന്ന് സെറ്റപ്പ് ആക്കി വെക്കുക. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞത് പീക്ക് ആൻഡ് ഫയർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് ഈ നമ്മളെ സെറ്റിങ്സിൽ. അതായത് ഇപ്പോൾ നമ്മളൊരു പാറയുടെ ഒരു മരത്തിന്റെ ഒക്കെ ഇടയിൽ ഇങ്ങനെ ഒളിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് തല മാത്രം ഇങ്ങനെ പുറത്ത് ഇട്ടിട്ട് ജസ്റ്റ് എനിമീസിനെ നോക്കിയിട്ട് അവരെ ഷൂട്ട് ചെയ്യാൻ സാധിക്കും ഈ ഒരു ഓപ്ഷൻ നമ്മൾ ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ. അത് പൊതുവെ എല്ലാവരുടെ ഫോണുകളിലും അത് ഓഫ് ആക്കി എടുക്കുമായിരിക്കും. അപ്പോൾ നമ്മൾ സെറ്റിങ്സ് എടുക്കുക, പീക്ക് ആൻഡ് ഫയർ എന്ന് പറയുന്ന ഓപ്ഷൻ ജസ്റ്റ് ഓൺ ആക്കി ഇടാം. പിന്നെ ഞാനിപ്പോൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന വേറൊരു സംഗതി എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ട് മിനിമിലേഷ കളിച്ച ടൈമിൽ യൂസ് ചെയ്യുന്ന ഒരു ചെറിയ ട്രിക്കാണ്. നമ്മൾ പെട്ടെന്ന് ഒരാൾ നമ്മുടെ മുന്നിലേക്ക് പെട്ടെന്ന് ചാടി കയറി വന്നാൽ നമ്മൾ ചിലപ്പോൾ ഗെയിം കളിക്കുമ്പോൾ ഭയങ്കരമായിട്ട് പേടിച്ചിട്ട് നമ്മൾ അങ്ങോട്ടും ഇവിടെയൊക്കെ തലങ്ങും ഒക്കെ വെടിവെക്കാനുള്ള സാധ്യത കൂടുതലുണ്ട്, ഷൂട്ട് ചെയ്യാനുള്ള സാധ്യത കൂടുതലുണ്ട്. അപ്പോൾ ജസ്റ്റ് നമ്മൾ എന്തും പ്രതീക്ഷിച്ചിട്ട് ജസ്റ്റ് അഫ്രൈഡ് ചെയ്യാതെ, നമ്മൾ പേടിക്കാതെ ജസ്റ്റ് ഡയറക്റ്റ് ആയിട്ട് ഇന്ന് ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ
അങ്ങനെ കുറച്ച് മാറ്റിയെടുക്കണം, നമ്മളെ മെന്റാലിറ്റി കുറച്ച് മാറ്റിയെടുക്കേണ്ട കാര്യമാണത്. അപ്പോൾ അത് മാറ്റിയെടുത്ത് കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് എല്ലാവരും നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ സംഭവം വളരെ സിമ്പിൾ ആണ്. ഈ സെറ്റിംഗ്സ് ഒക്കെ നിങ്ങളുടെ മാറ്റം വരുത്തി നിങ്ങൾ കളിക്കുമ്പോൾ ഈ ട്രിക്സ് ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് എന്തായാലും വിൻ ചെയ്യാൻ സാധിക്കും എന്നുള്ളത് ഷുവറാണ്. ഞാനിപ്പോ തീരെ കളിക്കാൻ അറിയാത്ത ഞാൻ ജസ്റ്റ് ഇപ്പോ ഒരു 5 മിനിറ്റ് മുന്നേ, അതാണ് ഒരു പറയാൻ ഭയങ്കര ഇൻട്രസ്റ്റ്. അപ്പൊ 5 മിനിറ്റ് മുന്നേ ഞാനിപ്പോ കളിച്ചിട്ട് ഞാനിപ്പോ ജസ്റ്റ് ജയിച്ചതുള്ളൂ. അതിന്റെ ആ ഒരു വീഡിയോ നിങ്ങൾ ഫസ്റ്റ് കണ്ടത്. അപ്പോൾ സംഭവം വളരെ സിമ്പിൾ ആണ്. ഈ ട്രിക്സ് നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ചിക്കൻ ഡിന്നർ അടിക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാൻ കുറച്ച് ഗെയിമിങ്ങിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് നമുക്ക് കൊണ്ടുകൊണ്ടുവിട്ടാം.